പറയുന്നു, സമസ്തയിലെ ഒരു ഉസ്താദ് സൂറത്ത് നൂഹ് ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചാൽ ഞങ്ങൾ പറയുന്ന പണിയിടും. കാന്തപുരത്ത് നിങ്ങൾ വിളിക്കി വരില്ല, പേരോട് നിങ്ങൾക്ക് വരില്ല. സൂറത്ത് നൂഹ് വിവരിക്കാനും അതിന്റെ തഫ്സീർ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതിൽ ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ട് പറയാനും അവരൊരിക്കലും തയ്യാറാവില്ല. എന്തുകൊണ്ടെന്നാൽ സമസ്ത കൂടാരത്തിന്റെ ആണിക്കല്ല് അടിച്ചൊടക്കണ പരിപാടിയാണ് സൂറത്ത് നൂഹ് എന്ന അധ്യായം. അതുകൊണ്ട് അത് സമസ്തക്കാർക്ക് ഒരിക്കലും ഇഷ്ടാവില്ല. കാരണം അവിടെ മാത്രം എന്നൊരാശയത്തെ വെക്കുന്നുണ്ട്. മാത്രം എന്നത് സമസ്തക്കാർക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ടാണ് മുസ്തഫൽ ഫൈസി ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ നിന്നെ മാത്രം എന്ന മാത്രം അദ്ദേഹം ഉപേക്ഷിച്ചത് ഞാൻ വെറുതെ പറയല്ലോ, ഒരു ആരോപണമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ആ മാത്രമില്ല. നിന്നെ മാത്രം എന്നതെടുത്ത് നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് സഹായം തേടുന്നു. എന്തേ മാത്രം ഒഴിവാക്കി? അവർക്കറിയാം നിന്നെ മാത്രം എന്ന് പറഞ്ഞാൽ അല്ലാത്തവരെയും ആരാധിക്കുന്നുണ്ടെന്ന് അയാൾക്കറിയാം. അതൊരു തരം സത്യസന്ധതയും കൂടിയാണ് കേട്ടോ. അതൊരു തരം സത്യസന്ധതയും കൂടിയാണ്. കാരണം മാത്രം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാം. അതാണ് അബൂജഹലും തിരിച്ചറിഞ്ഞ്. മാത്രം എന്ന് വന്നാൽ പിന്നെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റില്ല, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റില്ല, മമ്പർതങ്ങളെ കാക്കണേ എന്ന് പറയാൻ പറ്റില്ല എന്നവർക്ക്. അതുകൊണ്ടാണ് മുജാഹിദുകൾക്കായിട്ടൊരു ഖുർആനൊന്നുമില്ല. 38-ാം അധ്യായം 5-ാമത്തെ വചന അതിൽ ചോദിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി ഒറ്റ ഇലാഹാക്കി കളഞ്ഞു വ്യത്യസ്ത ഇലാഹുകളെ. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. സമസ്തയുടെ വാദപ്രകാരം നിങ്ങൾക്ക് അല്ലാഹനെ വിളിക്കാം, അല്ലാഹ് കഴിവ് കൊടുത്ത ഔലിയാക്കളെയും വിളിക്കാം. അങ്ങനെ ഒരു ഹദീസ് റസൂലിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരെങ്കിലും ഒന്ന് തെളിവ് പറ, നിങ്ങൾ ആരെങ്കിലും ഒരു തെളിവ് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഏത് അല്ലാഹനെ മാത്രം അല്ലാഹനെ മാത്രം എന്ന് ഞാൻ പറയുമ്പോ മരണപ്പെട്ട അമ്പിയാക്കളെ, മരണപ്പെട്ട ഔലിയാക്കളെ അവർക്ക് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് തേടൽ പ്രശ്നമാണ് എന്നല്ലട്ടോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് പറയേണ്ടത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? 23 കൊല്ലത്തിനിടയിൽ അങ്ങനെ ഒരു വിവരണം ഉസ്താദുമാര് നടത്തുന്ന പോലെ ഒരു വിവരണം അല്ലാഹ് കൊടുക്കുമെന്നും ആ കൊടുത്ത കഴിവെന്ന് തേടാമെന്നും. നൂറെ അജ്മീർ വാഴക്കാട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്, യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കാണാം. അതിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ, ഹൃദയം തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലാണ്. ആ ഹൃദയത്തിന്റെ ഉള്ളിന് പിന്നെയും ഒരു ഉള്ള്, അതറിയുന്ന ആളാണ് ആര്? മരിച്ചുപോയ അജ്മീർ ഹാജ എന്ന് പറയുമ്പോ ഞാൻ ചോദിച്ചിരുന്നു, ഈ ആശയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? മൂസാ നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്രോളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി നമ്മുടെ ഉള്ളിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറിയുമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് ചേർത്ത്. അതോ ഖലീലുള്ളയാണ്, ആകാശഭൂമികളുടെ ആധിപത്യത്തിന്റെ മഹത്വത്തെ ഇബ്രാഹിം നബിക്ക് അല്ലാഹ് കാണിച്ചു കൊടുത്തില്ലേ? ഉണ്ട്, എല്ലാം കാണിച്ചു. എന്നിട്ടും ആ ഇബ്രാഹിം നബി മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറിയുമെന്ന് മുത്തുനബി 23 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും വിശ്വസിച്ചിരുന്നോ? അബൂബക്കർ സിദ്ദീഖ് വിശ്വസിച്ചിരുന്നോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വിശ്വസിച്ചിരുന്നോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ വിശ്വസിച്ചിരുന്നോ? ഇല്ല. എന്തേ അവരുടെ ആരുടെയും വിശ്വാസം അങ്ങനെ ആകാതിരുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് അല്ലേ? സമസ്ത പറയുന്ന ഒരു ആശയം ഒരു സ്വഹാബിക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച് വിഷയം പറയുന്നത്. എനിക്ക് മനസ്സിലായതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.